നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ലുലു മോളിലാണ്. ലുലു മോൾ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലമാണ്. ഇത് മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഹോൾ ഡേ നമുക്ക് എങ്ങനെ ഈ ഷോപ്പിംഗ് എക്സ്പീരിയൻസോടുകൂടി ഒരു ഹോളിഡേ ആക്കി മാറ്റാം എന്നുള്ളത് കൂടിയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെയും സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തുകാരുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ മാറ്റിയ ഒരു സ്ഥലമാണ് ലുലു മോൾ. ലുലു മോൾ വന്നതിന് ശേഷം ഈ ഏരിയയ്ക്കുണ്ടായ ഡെവലപ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഏരിയ മൊത്തം ഡെവലപ്പ് ചെയ്തതെന്ന് തന്നെ പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഉള്ള വേൾഡ് ക്ലാസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ തോത് മുതൽ ഏറ്റവും വലിയ റേഞ്ച് വരെയുള്ള ഏത് സാധനം കിട്ടണമെങ്കിലും നമുക്കിവിടെ വന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയാണ്. ഈ ഏരിയാസ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് വാച്ചുകളുടെ ഒരു യഥാർത്ഥത്തിൽ 15 ലക്ഷം 20 ലക്ഷമൊക്കെ വില വരുന്ന വാച്ചുകൾ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതേസമയം 500 രൂപയ്ക്കുള്ള വാച്ചുകൾ വരെ കിട്ടും. ആ റേഞ്ചിലുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡായ സ്റ്റാർബക്സും കോസ്റ്റാ കോഫിയും എല്ലാം കയറുന്ന എൻട്രൻസിൽ തന്നെയാണുള്ളത്. ഈ മോളിൽ വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഏരിയ മൊത്തം ഗോൾഡിൻ്റെ ഷോപ്സുകളാണ്. അപ്പോൾ നമ്മൾ പല ഗോൾഡ് ജുവലറികളിൽ തിരക്കി നടക്കാതെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഗോൾഡ് ജുവലറികളുടെയും ഓരോ ഔട്ട്ലെറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചോയ്സസ് ഉണ്ട്. ഈ സൈഡ് മൊത്തം ഈ സ്ത്രീകളുടെ സാരിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരികളുള്ള ഒരു സെക്ഷനാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം. നമ്മൾ ഏതാണ്ട് ഉച്ചയായി വരുന്നതേ ഉള്ളൂ, തിരക്ക് തുടങ്ങുന്നതേ ഉള്ളൂ ലുലു മോളിൽ. യഥാർത്ഥത്തിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കുമെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. 70% ഓഫ് ഒക്കെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവർ തന്നെ ഇടാറുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് സാധാരണ ഇങ്ങനെയുള്ള സെയിൽസൊക്കെ വരുന്നത്. ഇതെല്ലാം ഒരു 70% ഓഫിനാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഓഫറൊക്കെ നടക്കുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റ് സാധാരണ ആൾക്കാരുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് മാറ്റിയ ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരു സാധനം നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ പല കടകളിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ഫ്രൂട്ട്സുകൾ നോക്കി നടക്കുമ്പോൾ എത്രയോ കടകളിൽ കിട്ടാത്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിനെല്ലാം ഒരു പ്രത്യേക സെക്ഷനുള്ളതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ആ ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. അത് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ സ്ഥലത്തിനുണ്ടല്ലോ. ഏതായാലും
നമുക്കിതിനകത്ത് പോയിട്ട് എന്തൊക്കെ സെക്ഷനുകളാണ് ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ച് എളുപ്പമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സെയിൽസാണ് ഇവർ ഇടാറുള്ളത്, ഷോപ്പിംഗ് സെയിൽ. ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്ത് വന്നപ്പോൾ ഇതൊരു മീറ്റ് ഷോപ്പാണ്. നമുക്ക് മീറ്റ് എവിടെ നിന്ന് വേണോ വാങ്ങാം. പക്ഷേ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നിയത്, ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയൻ മട്ടൺ, ഇതൊക്കെ നമുക്ക് വേണമെന്ന് മുമ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. നമുക്ക് മട്ടൺ കിട്ടും, ഇവിടുത്തെ നോർമലായിട്ടുള്ള മട്ടൺ കിട്ടും. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അനുഭവം നമുക്ക് ഇത്തരം വലിയ വലിയ മാളുകൾ വന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല, ഇതൊക്കെ മട്ടണൊക്കെ കട്ട് ചെയ്ത് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതൊന്നും പുരട്ടാൻ വയ്യ എന്ന് പറയണമെങ്കിൽ ഇതെല്ലാം മസാലകളെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെ ഇവിടെ, സാധനങ്ങൾ തന്നെ വളരെ ധാരാളം ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു എക്സ്പീരിയൻസ്, ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നത് തന്നെ ഇത്തരം വലിയ വലിയ മാളുകൾ വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ചിക്കൻ്റെ സെക്ഷനാണ്. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും മേടിക്കാനൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വന്നതിൽ വെറൈറ്റി ഓഫ് ചിക്കൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ ബ്രസ്റ്റ് പീസ് മാത്രം, അല്ലെങ്കിൽ സ്കിൻലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കിന്നോട് കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ സൈസും വെറൈറ്റി നമുക്ക് കബാബ് ഉണ്ടാക്കാനുള്ള എല്ലാം അവർ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കുക്ക് ചെയ്താൽ മാത്രം മതി. ഫിഷിന് വേറെ സെക്ഷനുണ്ട്. നമുക്ക് ഫിഷിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റുകളിൽ പോയിട്ട് നമ്മൾ ഫിഷ് വാങ്ങുമായിരുന്നു. അത് എത്ര പഴയതാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. നമുക്ക് ഒരു സംശയത്തിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതെല്ലാം അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുമെന്നുള്ളത്. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും നമുക്കിവിടെ വന്നാൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പലപ്പോഴും നമ്മൾ പല ഫിഷ് ഷോപ്പുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫിഷ് കിട്ടത്തില്ല. ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ടും ഇവർ കറക്റ്റ് ടെമ്പറേച്ചറിൽ അത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് നല്ല ഫിഷുകൾ, ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൊത്തം ഷോപ്പിംഗ് എക്സ്പീരിയൻസ് മാറുന്നു. അത് മാത്രമല്ല, ഇൻ്റർനാഷണൽ ഫിഷുകൾ, ഇത് സാൽമൺ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ കടകളിലൊന്നും പോയി കഴിഞ്ഞാൽ ഈ സാൽമണൊന്നും കിട്ടത്തില്ല. കുറച്ച് എക്സ്പെൻസീവ് ഫിഷാണ്. എന്നിരുന്നാൽ തന്നെയും ഇൻ്റർനാഷണലായിട്ടുള്ള ഫിഷുകളെല്ലാം നമുക്കിവിടെ കിട്ടുന്നു, അവൈലബിൾ ആണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കടകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ തീർന്നു പോയെന്ന് പറയും. പക്ഷേ ഇവർക്കാണെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് ഇങ്ങനെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡെഫിനറ്റായിട്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതാണ്. വെജിറ്റേറിയൻ ആൾക്കാർ ക്ഷമിക്കണം, കാരണം ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചതെല്ലാം നോൺ വെജ് സാധനങ്ങളായിരുന്നു. ഇതിൻ്റെ നമ്മൾ വെജിറ്റേറിയൻ സെക്ഷനിലും കൂടെ പോകുന്നുണ്ട്. വെജിറ്റേറിയനിൽ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ഫുഡുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നോൺ വെജിൻ്റെ സാധനങ്ങളായിരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റേറിയൻ സാധനങ്ങളും ഒന്ന് നോക്കാം. ഞാൻ ലുലു മോളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സെക്ഷനാണിത്. ഏത് തരം ഫ്രൂട്ട്സ്, ഇപ്പോൾ ഓറഞ്ച് ആവട്ടെ, പൈനാപ്പിൾ ആവട്ടെ, എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്കിവിടെ ആപ്പിളും എല്ലാം വെറൈറ്റി ഓഫ്, അതായത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ലല്ലോ, വെറൈറ്റി ഓഫ് ആപ്പിൾസും വെറൈറ്റി ഓഫ് ഓറഞ്ചസും ഈവൻ ടൊമാറ്റോ തന്നെ എന്തുമാത്രം വെറൈറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഉദാഹരണത്തിന് നമ്മൾ ഈ ഫ്രൂട്ട് നോക്കിക്കഴിഞ്ഞാൽ പെസിമൻ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കാക്കി ഫ്രൂട്ടെന്നും പറയും. ഇതൊന്നും നമ്മളിപ്പോൾ ഇത് തിരക്കി അത് കടയിൽ പോയാൽ കിട്ടും. അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. നമുക്ക് ഏത് ഫ്രൂട്ട്സാണോ ഇൻ്റർനാഷണലായിട്ട് കിട്ടുന്ന അത്തരം ഫ്രൂട്ടുകൾ നമുക്കിവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ലുലു മാളിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള ചില ഫുഡുകളിലെ ഇലയപ്പം, ഉണ്ണിയപ്പം, ഇലയട, കുമ്മിളിയപ്പം എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം ഇവർ ഫ്രഷായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേറെ പല കടകളിലും പോയി കഴിഞ്ഞാൽ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീരുന്നതിനനുസരിച്ച് പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെറുപ്പകാലത്ത് കഴിച്ചിട്ടുള്ള എല്ലാ പലഹാരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വന്ന് മേടിച്ച് കഴിക്കാൻ പറ്റും.
മാത്രമല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി തുടങ്ങിയ മറ്റെല്ലാ ഫുഡുകളും അപ്പോഴപ്പോഴേ ഒരു പാക്ക് ചെയ്ത് തരുന്നുണ്ട്. പല ആൾക്കാരും ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിൽ പോയി വലിയ ചാർജ് കൊടുക്കാതെ ഇവിടെ തന്നെ വന്ന് വാങ്ങിയിട്ട് മുകളിലത്തെ ഫുഡ് കോർട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് ധാരാളം. കാരണം ഫുഡ് കോർട്ടിനേക്കാൾ വില കുറച്ചും ഇവിടെ കിട്ടും. പിന്നെ ഇവർക്കുള്ള കേക്ക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക വലിയ ഒരു ലാർജ് സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതും ഇവിടെ ഫ്രഷായിട്ട് ബേക്ക് ചെയ്യുന്നതാണ്, നമുക്ക് കാണാൻ പറ്റും. അകത്ത് തന്നെയാണ് അവർ ബേക്ക് ചെയ്തിട്ട് ഫ്രഷായിട്ട് ഇവിടെ വയ്ക്കുന്നത്. ഇതെല്ലാം ഇൻ്റർനാഷണലായിട്ട് കിട്ടുന്ന വെറൈറ്റി ബ്രെഡുകളാണ്. നമുക്ക് പല സ്ഥലത്ത് പോയാലും നമുക്ക് ഇതൊന്നും ഇങ്ങനെ വെറൈറ്റി കിട്ടാറില്ല. നമുക്ക് കിട്ടുമെങ്കിലും പല വെറൈറ്റിയിലുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്ന പല വെറൈറ്റിയാണ്. അതാണ് ഇത്തരം മാളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വിദേശത്തൊക്കെ താമസിച്ചിട്ട് അവിടെ ഇതെല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നു, കടകളിൽ കിട്ടുന്നു എന്ന് പറയും. ഇവിടെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് അതേ രീതിയിൽ നമുക്ക് ഇവിടെയും കിട്ടുന്ന ഒരവസരം ഒരുക്കിയത് ഇത്തരം മാളുകൾ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റിലെ എക്സ്പീരിയൻസ് വളരെ ഗംഭീരമായിരുന്നു. നമ്മൾ എല്ലാ സ്ഥലത്തൊന്നും പോയില്ല, കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണിത്. നമുക്ക് ഏത് വെറൈറ്റിയിലുള്ള സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ലുലു മോൾ. ലുലു മോളിൽ വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പാ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഓൺലി 5 minutes away ഫ്രം ഹിയർ, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ സാധാരണ എയർപോർട്ടിലൊക്കെ വന്നിട്ട് ഒരു 5-6 മണിക്കൂറൊക്കെ നേരത്തെ വരുന്നവർ ഇവിടെ വന്നിട്ട് ഒരു സ്പായൊക്കെ എടുത്തിട്ട് പോകാറുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അവരിവിടെ വന്നിട്ട് എയർപോർട്ടിൽ ഇരുന്ന് സമയം കളയുന്നതിന് പകരം അവിടെ നിന്ന് ഇവിടെ വന്ന് സ്പായൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വിദേശത്തു നിന്ന് വരുന്നവർ പലരും സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ചീപ്പറായിട്ട് ഇവിടെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് വരുമ്പോൾ ഇവിടെ വന്നിട്ട് അവരുടെ സാധനങ്ങൾ വാങ്ങിയിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി അവർ വീട്ടിലേക്ക് പോകുന്നു എന്നും ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു കേട്ടതാണ്. നമ്മളിപ്പോൾ ലുലു മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഇത് പൊതുവേ ഈ തുണിത്തരങ്ങളാണ്, എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാത്തരം ഇപ്പോൾ നാടനായിട്ടുള്ള മുണ്ട് മുതൽ നമുക്ക് സ്യൂട്ട് വരെയുള്ള സാധനങ്ങൾ നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കണ്ടപ്പോൾ തോന്നിയത് കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഫാഷൻ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ഐഡിയാസാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ബാക്കിൽ കാണുന്ന ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് മാത്രമല്ല മറ്റ് എല്ലാ ഐറ്റംസും അവർ പ്രത്യേകം ഒരുക്കിയിരിക്കുന്നു. എന്തുകൊണ്ടും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇമാജിനേഷൻ തന്നെ മാറുന്ന ലെവലിലുള്ള ഒരു ഫാഷൻ സങ്കല്പങ്ങളാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു പക്ഷേ കാശെടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് ഇവിടെ വന്നാലും നമുക്കിവിടുത്തെ ബാങ്കിങ് സൗകര്യവും ATM ഒക്കെ ഇവിടെ തന്നെയുണ്ട്, ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു പക്ഷേ ക്യാഷ് ഒന്നും എടുത്തില്ല, കാർഡ് എടുത്തിരുന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ വന്നപ്പോൾ ലുലു കണക്റ്റിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. TV, ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും കിട്ടുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും ഒരുപാട് ട്രാവൽ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു ജിംബൽ കിട്ടുമോ എന്ന് നോക്കണം. എൻ്റെ മൊബൈൽ ഫോണും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമ്മാ ഇൻട്രസ്റ്റ് അല്ലേ, അപ്പോൾ ഇവിടെ അത് കിട്ടുമോയെന്നും കൂടെ നോക്കാം. ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ നിങ്ങൾ വാങ്ങാം എന്ന് വിചാരിക്കുന്നത്. ഏതായാലും ഇതിനകത്തുകൂടെ ഒന്ന് കയറി ഒന്ന് ചുറ്റിയിട്ട് പോവാം. പന്ത്രണ്ട് സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പോൾ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചു വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആ സിനിമയോടെ തന്നെ കാണും. കാരണം വെച്ചാൽ 12 സ്ക്രീനില്ലേ. കൂടാതെ ഐമാക്സ് എന്ന് പറയുന്ന ടെക്നോളജി കേരളത്തിൽ ആദ്യമായി ഉപയോഗിച്ച തിയേറ്ററും ട്രിവാൻഡ്രം ലുലു മോളിലാണ്.
അതുകൂടാതെ നമുക്ക് റിക്ലൈൻ ചെയ്ത് കിടന്ന് കാണാവുന്ന എല്ലാ സീറ്റുകളും റിക്ലൈനബിൾ ആണെങ്കിൽ തന്നെയും 2 തിയേറ്ററുകളുണ്ട്. നമുക്ക് കിടന്ന് നമ്മൾ ഉറങ്ങുന്ന രീതിയിൽ കിടന്ന് കണ്ടിട്ട് ഫുഡും ഒക്കെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന 2 തിയേറ്ററുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഷോപ്പിങ്ങിനോടൊപ്പം തന്നെ ശരിക്കും എൻ്റർടൈൻമെൻറ്റും നടത്താം എന്നുള്ളതാണ്. ഒരു ദിവസത്തെ ഹോളിഡേ പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ട്രിവാൻഡ്രത്തെ ലുലു മോൾ. ലുലു മോളിൽ വന്നപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മനസ്സിലായത്, നമുക്കിവിടെ ലുലു ബിസിനസ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഇത്തരം ചെറിയ മീറ്റിങ്ങുകൾക്കെല്ലാം ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ചെറിയ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റൂം ബുക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളിന് 300 രൂപയും 2 പേരാണെങ്കിൽ അത് 500 രൂപയും, പിന്നെ അങ്ങനെ ഒരു കോംബോ പാക്കേജൊക്കെ ഉണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഇവിടെ സുഖമായിട്ടിരുന്നിട്ട് നമ്മളെ ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല ചെറിയ ഇൻ്റർവ്യൂസൊക്കെ ആണെങ്കിൽ ആൾക്കാരെ ലുലു മോളിൽ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് നമുക്കിത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടൈമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ടുവരും. കൂടാതെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ കോഫി എല്ലാം തരുന്നുണ്ട്, ഫ്രീ വൈഫൈ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഇവിടെ ചെയ്യാൻ പറ്റും. ആൾക്കാരെ ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഞങ്ങൾ ഓഫീസെല്ലാം ടെക്നോ പാർക്കിനകത്താണ്. അപ്പോൾ ആൾക്കാർ അതിനകത്ത് വരുന്നതിന് കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ ലുലു മോളിലൂടെ വരാൻ പറഞ്ഞാൽ മതി. ഫുഡ് കോർട്ടിൻ്റെ അവിടെ വന്നാൽ നമുക്ക് എത്ര ആൾക്കാർ വന്നാലും ഇൻ്റർവ്യൂവിന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ വരിക, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുക എന്ന്. ഈ ഫെസിലിറ്റി എനിക്കൊന്നും ഒരുപക്ഷെ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ലുലു മോളിൻ്റെ 3ാമത്തെ നിലയിൽ വന്നാൽ ഫുൾ ഫുഡ് കോർട്ടാണ്. ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സുഖമെന്ന് പറയുന്നത് തന്നെ ഈ ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഓഫ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് തനി നാടൻ വേണമെങ്കിലുണ്ട്, നോർത്ത് ഇന്ത്യൻ വേണമെങ്കിലുണ്ട്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫുഡുകൾ വേണമെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഈ 3rd ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിനെന്നും പറഞ്ഞ് വരാത്തവർ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. കാരണം ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയും കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ തൊട്ടടുത്തുണ്ട്. എൻ്റർടൈൻമെൻറ്റ്, കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ 3rd ഫ്ലോറിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലത്തേക്കും പോകാവുന്നതാണ്. ഞങ്ങൾ ലുലു മോളിൽ വന്നപ്പോൾ, ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കാണാൻ പറ്റി, മിസ്റ്റർ ആനന്ദ് അല്ലേ? നമുക്ക് ഇവിടെ ഊട്ടുപുര അനന്ത് പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു 25 വർഷം മുമ്പ് ഞങ്ങൾ ലണ്ടനിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ആകാശഗോപുരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്. ഇപ്പോൾ ഇത് താങ്കളുടേതാണ് ഊട്ടുപുര. ഇവിടെയുണ്ട്, ദുബായിലുണ്ട്, 2 സ്ഥലത്തായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യലായിട്ട്? പ്രധാനം നമ്മുടെ ദോശ, വെറൈറ്റി ദോശ, പിന്നെ സ്നാക്സ്, ചായ, കോഫി. ഓക്കെ. പിന്നെ ഉച്ചയ്ക്ക് മീൽസ് ഉണ്ട്. ഓക്കെ. വെജ് ബിരിയാണി. ഓക്കെ. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇവിടെ 3ാമത്തെ ഫ്ലോറിൽ വന്നാൽ ഫണ്ടൂര എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാവുന്ന കണക്ക് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ ഇങ്ങനെ സ്കൂളുകൾക്ക് പാക്കേജായിട്ട് വരുന്നുണ്ട്. ആ പാക്കേജ് എന്ന് പറയുമ്പോൾ അവരുടെ ഫുഡ് ഇൻക്ലൂസീവായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുതിർന്നവർക്കും ഉണ്ട്. ഇതിന് മുകളിൽ പോയിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ചെറിയ നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കളിക്കുന്ന സൈസ് സ്നൂക്കറും ഉണ്ട്. ഒരു ഫുൾ സ്നൂക്കർ ടേബിളും ഉണ്ട്. നമുക്കിവിടെ ഇത് റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ഇവിടെ സ്നൂക്കർ കളിക്കാവുന്നതാണ്. ഇൻഡോർ ക്രിക്കറ്റുണ്ട്. ഇൻഡോർ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബൗളേഴ്സ് എല്ലാം ഇൻ്റർനാഷണൽ ബൗളേഴ്സാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ബൗളേഴ്സ് ബൗൾ ചെയ്യും, നമുക്ക് ബാറ്റ് ചെയ്യാം. 3 ഓവർ കളിക്കുന്നതിന് 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബൗളേഴ്സ് ബൗൾ ചെയ്യും. യഥാർത്ഥ ബൗൾ നമുക്ക് വരെയാണ്, മെഷീനിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബൗളേഴ്സിനെ കാണുകയും ചെയ്യാം, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള. അവർ ബൗൾ ചെയ്യുന്നു, നമ്മൾ അടിക്കുന്നു. ഞാൻ വലിയ ക്രിക്കറ്റ് കളിക്കാരനല്ലാത്തതുകൊണ്ട് ഞാനത് ശ്രമിക്കുന്നില്ല. പക്ഷേ ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബൗളേഴ്സ് നമുക്ക് ബൗൾ ചെയ്ത് തരും, നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും. 200 രൂപ മാത്രമേ ഉള്ളൂ.
നമ്മളേതായാലും ലുലു മോളിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന വ്യക്തി ഉണ്ടല്ലോ, സദേൺ കേരള ആൻഡ് തമിഴ്നാടിൻ്റെ റീജിയണൽ ഡയറക്ടറായിട്ട് വന്ന്. നമസ്കാരം. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. പ്രധാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആൾക്കാർ വരുന്നതെല്ലാം ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ഹോളിഡേക്കും പറ്റിയ സ്ഥലമാണല്ലോ ഇത്. അവർക്ക് ഫാമിലി ആയിട്ട് വരാം. അവർക്ക് ഫുഡ് കോർട്ടുണ്ട്, ഗെയിം സോണുണ്ട്, തിയേറ്ററുണ്ട്, ഷോപ്പിംഗ് നടത്തി രാവിലെ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലമായി നമ്മുടെ തിരുവനന്തപുരം മാറി. അതാണ് ഏറ്റവും വലിയ. തീർച്ചയായിട്ടും ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, പുതിയൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. അത് കുറച്ച് റിട്ടയർ ചെയ്തിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരുള്ളൊരു വലിയ സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞത്. അവർക്ക് പേരക്കുട്ടികളുമായി വരാനും കുട്ടികൾക്ക് സന്തോഷമായി ഇവിടെ സ്പെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് ഷോപ്പിംഗ് നടത്തി പോകാനുള്ള ഒരു ഡെസ്റ്റിനേഷനായി തിരുവനന്തപുരം ലുലു മാൾ മാറി എന്നുള്ളത് വളരെ അഭിമാനമുള്ളൊരു കാര്യം. അപ്പോൾ ഇതേ ഫോമിലാണോ മറ്റ് തമിഴ്നാട്ടിലും മറ്റ് സ്ഥലത്തെല്ലാം ചെയ്യാൻ? ഇതൊരു വലിയ ഫോർമാറ്റാണ്. ഞങ്ങൾ ഇപ്പോൾ പലതും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ഫോർമാറ്റുകളാണ്. ഒരു 40,000 50,000 സ്ക്വയർ ഫീറ്റുള്ള ഹൈപ്പർ മാർക്കറ്റുകളാണ്. കൂടാതെ മോളുകളുമുണ്ട്. കോട്ടയത്ത് ഞങ്ങളുടെ മിനി മോളാണ്. അതൊരു 3.5 lakh സ്ക്വയർ ഫീറ്റിലാണ്. അതിലിപ്പോൾ അടുത്തൊരു എക്സ്പാൻഷൻ കൂടെ വരുന്നുണ്ട്. തിയേറ്ററും ഫണ്ട് ഗെയിം സോണും ഒക്കെ കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അടുത്ത് കായംകുളം വരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ KG എബ്രഹാം സാറിൻ്റെ മോളിൽ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റും ഗെയിം സോണും വരുന്നു. അങ്ങനെ ഒരു ഫോർമാറ്റ്. കൊട്ടാരക്കര എന്തോ തുടങ്ങുന്നു പറഞ്ഞു. കൊട്ടാരക്കരയും ഞങ്ങൾ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് വരുന്നത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കും. അതുപോലെ പിന്നെ ചെന്നൈയിൽ ഇപ്പോൾ കോയമ്പത്തൂർ ഞങ്ങൾക്കുണ്ട്. തിരുപ്പൂർ ഞങ്ങളൊരു ഷോപ്പിംഗ് മാളാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ചെന്നൈയിൽ ഹാർട്ട് ഓഫ് ചെന്നൈ, അതായത് ചെന്നൈ സെൻട്രൽ എന്നറിയപ്പെടുന്ന ചെന്നൈയിൽ മെട്രോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നത് ഏഷ്യയിൽ ആദ്യമായിട്ടായിരിക്കും മെട്രോയ്ക്ക് ഭൂമിക്കടിയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങൾ ചെന്നൈയിലാണ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ചെയ്യാണ് 2 ഹൈപ്പർ മാർക്കറ്റുകൾ. അപ്പോൾ എനിക്കറിയാവുന്നത് വെച്ച് നോക്കുമ്പോൾ താങ്കൾ ലുലുവുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷത്തിന് മുകളിലായി കാണുമെന്ന് 30 വർഷം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു വളർച്ചയെ നോക്കി കാണുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ലീഡർഷിപ്പാണ്. യൂസഫ് അലി എന്ന യൂസഫ് ഭായി, ഞങ്ങളൊക്കെ വിളിക്കുന്ന യൂസഫ് ഭായിയുടെ ഒരു വിഷൻ ആൻഡ് ഒരു ലീഡർഷിപ്പ്. അദ്ദേഹം ഞങ്ങളെ ഒരു ഫാമിലി പോലെ ഞങ്ങളെ സ്റ്റാഫുകളെയൊക്കെ കൊണ്ടുപോയി കൂടെ കൊണ്ട് നടന്നിത് പഠിപ്പിച്ച് 30 വർഷമായി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത്രയേറെ പഠിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ വിജയം എന്ന് തന്നെ പറയാം. അവരെ എല്ലാവരെയും സാറ് കാണുന്നത് പോലെ ഞങ്ങളും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് കാണുന്നത് ഇവിടെയും എവിടെയും. അത് തന്നെയാണ് ഒരു വലിയ വളർച്ചയ്ക്ക് കാരണം. ഓക്കെ, ഏതായാലും ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും സൗകര്യമൊക്കെ ഒരുക്കി തന്നതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാ വ്യൂവേഴ്സിൻ്റെ പേരിലും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ശ്രീകുമാരേട്ടൻ ഇങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗാണെങ്കിൽ പോലും ഇങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് മാളിൽ വരെ വന്നതും ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ജനങ്ങളിലെ കാണിക്കാൻ ശ്രമിച്ചതിലുമൊക്കെ വളരെ സന്തോഷം. പിന്നെ അദ്ദേഹം UK-യിലാണ്. UK-യിൽ യൂസഫ് അലി സാറിൻ്റെ അടുത്ത സുഹൃത്തുമൊക്കെയാണ് ശ്രീകുമാരേട്ടൻ. അതൊരു കാര്യമാണെങ്കിൽ പോലും ഇത് ഇത്രയും റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും ടൈം ഉണ്ടാക്കി ഇവിടെ വന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നതിൽ വളരെയധികം സന്തോഷം. ഇനി എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ സൈഡിൽ. ഓക്കെ, തീർച്ചയായിട്ടും. ഏതായാലും വളരെ സന്തോഷം. താങ്ക് യു. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെ അറിയാം.